5 സുന്ദരികൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. വെറും വാഴകളല്ല, മരവാഴകളാ. ഹായ് റൂബി, എസ്റ്റർഡേ ഞാൻ വിളിച്ചിരുന്നു, മെസ്സേജും അയച്ചു, റിപ്ലൈ കിട്ടിയില്ല. റിപ്ലൈ ഞാൻ നേരിട്ട് തരാന്ന് കരുതി. അയ്യോ വേണ്ട, അതവിടെ കിടന്നോട്ടെ കിടന്നോട്ടെ, പൊക്കോ പൊക്കോ പൊക്കോ. അതും പോയി. ഇങ്ങനെ ആ റൂബി ആള് ശരിയല്ലടാ, ഒരേ സമയം 5 ലൈന. ആർക്ക് വേണം അവളെ? എന്തിനാ നീ അവളെ ലൈനിടാൻ പോയത്? എനിക്കും കൂടി ചാൻസ് ഉണ്ടോ നോക്കിയതാ. Music thumping, the crowd is live. Wow. 1,000 ladies ready to slide. Music thumping, the crowd is live. 1,000 ladies ready to slide. I got the baddest looking chick in the girls. whole place. Got the baddest looking chick in the whole place. Got the baddest looking, got the baddest. പുതിയ കോളേജ്, പുതിയ ലോകം. ഫസ്റ്റ് ഡേ മാന്യമായിട്ട് അഭിനയിക്കാം. ഇവിടെ റാഗിങ് ഉണ്ടാവോ? റാഗിയം വന്നാ നമ്മളെ മുൻപ് റാഗിയം വന്നവരുടെ ഗതി ഇവിടെയുള്ളവർക്കും വരും. മോളെ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. കുറച്ചു നാളെങ്കിലും ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കണം. അമൂൽ ബേബീസ് മതി പോമ്പോ തുടങ്ങി. വാ വാ. കൊള്ളാല്ലേ? ഹലോ, ഹായ്. എന്താടാ സുഖം. വന്നേ. പോണോ? കല്ലോ? കല്ല? എടാ ജോർജ് കുട്ടി, ഇതെന്താ സംഭവം? എടാ, ഇതൊരു സൂചനയാണ്. എന്ത് സൂചന? അങ്ങോട്ട് ലൈനിടാൻ ചെന്നാ കല്ലെറിയുമെന്ന്. എന്തായാലും 5 എണ്ണം കൊള്ളാം. 5 കളർഫുൾ ഫ്ലവേഴ്സ്. അവർ കളർഫുൾ ഫ്ലവേഴ്സ് അല്ല, കളർഫുൾ കല്ലുകളാ. എടാ, മുഖത്ത് റൊമാൻസ് വരാത്തവനെ അങ്ങനെയൊക്കെ തോന്നും. എടാ, നിനക്ക് അവരെ മനസ്സിലായില്ലേ? ഇല്ല. എടാ, അവരാണ് റോസ്മെറി ഹൗസിൽ പുതുതായി താമസിക്കാൻ വന്ന 5 പെൺകുട്ടികൾ. 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെ വളച്ചെടുക്കണം. അപ്പോ റോസ്മേരി ഹൗസിലെ ബാക്കി 24 എണ്ണോ? അവനടുത്ത് പോകാൻ പറ. ഒരു ഹീറോയെ റെസ്പോണ്ട് ചെയ്യാത്ത ആ ചെറ്റകളൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? Who cares? എടാ, ഇവര് പുതിയതല്ലേ, എന്റെ പഴയ കഥകളൊന്നും അറിയാൻ വഴിയില്ല. നമുക്കിവരെ മുട്ടിയോക്കാം. എന്നാ വാ, നമുക്ക് പരിചയപ്പെടാം. നമ്മളല്ല, ഞാൻ പരിചയപ്പെട്ടോളാം. നീ ഇവിടെ നിന്നോ. അപ്പൊ ഹൊറർ ബുക്സാ ഇഷ്ടമല്ലേ? താൻ ആരാ? ഞാൻ ഷാം അൽ എൻ. അറബിയാണോ? ഏയ്, ഞാൻ കുറച്ചാളും ഗൾഫിലുണ്ടായിരുന്നു, പക്ഷെ അറബി പഠിച്ചില്ല. കുട്ടി കറുത്ത രാത്രികൾ വായിച്ചിട്ടുണ്ടോ? അതാരുടെ ബുക്കാ? എന്റെ ബുക്കാ. താൻ നോവലിസ്റ്റ് ആണോ? ഇടയ്ക്ക് എഴുതാറുണ്ട്, ജസ്റ്റ് ഫോർ എ ഹൊറർ. ഞാൻ പറഞ്ഞുതരാം. കറുത്ത രാത്രികൾ ഞാൻ എഴുതുന്നത് എന്റെ 12ാമത്തെ വയസ്സിലാണ്. അതായത് കുട്ടി പോയാ ഇതിരിക്കട്ടെ. കുട്ടി അതെ, ആ പുതുശല്യം ഇവിടെയും വന്നിട്ടുണ്ട്. ആര്? നമ്മൾ നേരത്തെ കണ്ട അമുൽ ബേബിയോ? അവൻ ഹൊറർ നോവലിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നേ. എന്നാ ഓർപ്പിച്ചോ, അവൻ മെന്റലായിരിക്കും. ഇങ്ങനെക്കൂട്ടം വരുന്നുണ്ട്. നിങ്ങൾ ന്യൂ സ്റ്റുഡൻസ് ആണല്ലേ? റോസ്മെറി ഹൗസിലെ താമസമൊക്കെ എങ്ങനെയുണ്ട്? താമസം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പറയാറായിട്ടില്ല. ഓ ഓ
നിങ്ങളുടെ വാടൻ ഡാഗിനെ സൂക്ഷിച്ചോണം. ആമ്പിളരെ കണ്ണെടുത്താ കണ്ടൂടാ. പുരുഷ വിരോധിയ. പുരുഷന്മാർക്ക് പ്രവേശനമില്ല നമ്മുടെ ബോർഡ് വെച്ചേക്ക്. ആർക്കും അങ്ങോട്ട് വരാൻ പറ്റില്ല. ഇതുപോലുള്ള പൊതുശല്യങ്ങൾ നാട്ടിലുള്ളപ്പം എങ്ങനെ ബോർഡ് വെക്കാതിരിക്കും അല്ലേ? അങ്ങനെ ഒരു ബോർഡ് റീനാമ്മ വെച്ചതിൽ എന്താ തെറ്റ്? അവിടെ അതിക്രമിച്ച് കയറുന്നവന്റെ കാലടിച്ചു പൊട്ടിക്കും. ഓ ഓ ഓ, താൻ ഹൊറർ നോവലിസ്റ്റ് ആണല്ലേ? അതെ, ഹൊറർ നോവൽസും എഴുതിയിട്ടുണ്ട്. ദ നൈറ്റ് ഹൗസ് എന്നൊരു നോവലില്ലേ, അടിപൊളിയായിരുന്നു. ഓ, നൈറ്റ് ഹൗസ്. അത് ഞാൻ ലൈറ്റ് ഹൗസ് ഇരുന്ന എഴുതിയത്. വെറും 2 ദിവസം എടുത്തുള്ളൂ. ജീനിസാ. അത് തന്റെ നോവലല്ലോ, ജോനൈസ് ബോയുടെ നോവലല്ലേ? ഓ, നമ്മുടെ നൈസ് ബ്രോ വിളിക്കാറുണ്ട്. ദേ നമ്മുടെ ബട്ടർ ബോയ്. ഹായ് സാർ. എല്ലാവരും ഇരിക്കും. ആരും എഴുന്നേക്കണ്ട. നിങ്ങളൊക്കെ ഈ കോളേജിലാണോ പഠിക്കുന്നത്? അതെ സർ. നിങ്ങളെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു. എന്തിനാ സാർ? ഇയാൾ പോവില്ലേ? ആക്ച്വലി അന്ന് സംഭവിച്ചത് പോലീസിന്റെ ഒരു വീഴ്ചയാണ്. നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമായിരുന്നെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. പോലീസുകാരുടെ ഈ മെന്റാലിറ്റിയാ മാറ്റേണ്ടത്. അല്ല സാർ എന്താ ഇവിടെ? അത് ഇവിടെ ഭയങ്കര പൂവാലശല്യം. പ്രിൻസിയുടെ പരാതി കിട്ടിയിട്ട് അന്വേഷിക്കാൻ വന്നതാ. ഇവനാരാ? ഒരു വലിയ ഹൊറർ നോവലിസ്റ്റാ സർ. അവിടെ പോകുന്നതാ ആരാടാ നീ? പോയോ? അയ്യോ, നിന്റെ കണ്ണിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ണു പഴുത്തു ചീഞ്ഞിരിക്കാണ് സാർ. നീ ACPയുടെ മുമ്പിൽ കൂളിംഗ് ഗ്ലാസ് വെക്കാറായോടാ? നീ പുതിയ മുഖമാണല്ലോ. മുട്ടി നോക്കാം. വീഴല്ലല്ലേ? ഹായ് കുട്ടി. കുട്ടി ബസ് കാത്ത് നിൽക്കുവാണോ? ഇവിടെ ബസ് വളരെ വിരളമാണ്. പോരുന്നോ? ഞാൻ വിട്ടേക്കാം. ഫ്രണ്ട് കേറിക്കോ. ഫ്രണ്ടിൽ ഞാൻ കേറിയാ പോരെ? അയ്യോ, സാറിന് കേറാനുള്ള കാറ്റ് കാണില്ല. ഓ, നീ ഒരു കാര്യം ചെയ്യ്. വാ, നമുക്ക് കാറ്റടിച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാം. അല്ല കുഴപ്പമില്ല. വാ. പിന്നെ